ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ എന്താ രാവിലെ എണീറ്റ് നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കാട് മല കുന്ന് പച്ചപ്പ് ഹരിതാപ ഇതെല്ലാം കുറച്ച് നേരം നോക്കി നിന്നു. എന്നിട്ട് എന്നത്തെയും പോലെ ഇന്നും താമസിച്ച് തന്നെയാണ് എണീറ്റിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാറം വെക്കും, അലാറം അടിക്കും, അത് ഓഫ് ചെയ്യും, എന്നിട്ട് വീണ്ടും കിടന്നുറങ്ങും. എന്നിട്ട് എണീക്കുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. എന്നിട്ട് പിന്നെ ഒരു വെപ്രാളമാണ്. എന്നിട്ട് നേരെ പോയി കാപ്പിക്കുള്ള പരിപാടികൾ നോക്കി. ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ട് നിന്നപ്പോഴാണ് ഓർത്തത് ഇന്ന് പറമ്പിൽ പണിയാനായിട്ട് 2 ചേച്ചിമാർ വരുമെന്നുള്ളത്. അപ്പോഴത്തേനും ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ അവർ നേരെ പണിയാനായിട്ട് വന്നു. അവർ നേരെ പറമ്പിലേക്ക് കയറിപ്പോയി. പിന്നെ ഞാൻ വന്നിട്ട് വീണ്ടും മാവ് കുഴച്ച് ചപ്പാത്തി പരത്തിക്കൊണ്ട് നിന്നപ്പോഴാണ് ഇച്ചായൻ്റെ കുറച്ച് സ്നേഹപ്രകടനങ്ങൾ. വെറുതെയാണ്, എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. വന്ന് സ്നേഹപ്രകടനമൊക്കെ കാണിച്ചിട്ട് പുള്ളിയുടെ വഴിക്ക് പോയി. പിന്നെ ഞാൻ വീണ്ടും നിന്നിട്ടുള്ള സവാള ഗിരിഗിരി സവാള അരിയിലൂടെ എന്തിനാണ് ചപ്പാത്തിക്കുള്ള കറി, തക്കാളിക്കറി ഉണ്ടാക്കാൻ ആയിരുന്നു ഞാൻ പ്ലാൻ ഇട്ടത്. പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ തക്കാളിക്കറിയാണോ സവാളക്കറിയാണോ എന്നതൊന്നും അറിയാൻ വയ്യ. എന്തായാലും അരിഞ്ഞു. എനിക്കാണെങ്കിൽ കട്ടൻ ബോർഡിനകത്ത് വെച്ചിട്ട് അരിയാനായിട്ട് ഒട്ടും അറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ഒന്ന് അരിഞ്ഞു നോക്കിയതാണ്, പക്ഷേ അത് പാളിപ്പോയി. പിന്നെ ഞാൻ കയ്യിൽ വെച്ച് തന്നെ അത് അരിഞ്ഞ് തീർത്തു. പിന്നെ നേരെ ചട്ടി അടുപ്പത്ത് വെച്ചു. ചപ്പാത്തി ചുടാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് സവാളയൊക്കെ ഇട്ട് വഴട്ടൽ. പിന്നെ എല്ലാവർക്കും തക്കാളിക്കറിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ. പിന്നെ ഞാനായിട്ട് പ്രത്യേകിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നോ എങ്ങനെയൊക്കെ ഇത് ചെയ്യണമെന്ന് പറയണ്ടല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും പാടുള്ള കാര്യമാണ് കേട്ടോ ഈ ചപ്പാത്തി പരത്താൻ. ഞാൻ പരത്തി വരുമ്പോൾ അത് ഏതൊക്കെ ഷേപ്പിൽ പോകുമെന്ന് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. പിന്നെ എങ്ങനെയാണെങ്കിലും ഒപ്പിച്ചെടുക്കും. നമ്മളെങ്ങനെയാണെങ്കിലും മുറിച്ചാണല്ലോ തിന്നുന്നേ. അത് കാരണം കൊണ്ട് പിന്നെ ചപ്പാത്തി ഏത് ഷേപ്പിൽ വന്നാലും വലിയ വിഷയമൊന്നുമില്ലല്ലോ. പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തി ചപ്പാത്തിയിൽ എണ്ണയൊക്കെ തേച്ചുകൊണ്ട് ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇങ്ങനെ എണ്ണ ചോദിച്ചിട്ടാണോ ചപ്പാത്തി ഇടുന്നത്? ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുക്കും കേട്ടോ. പക്ഷേ ഞാൻ എത്ര ചപ്പാത്തി വെച്ചാലും ഇങ്ങനെ പൊങ്ങി വരത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇനി ഞാൻ കുഴയ്ക്കുന്നതിൻ്റെ കുഴപ്പമാണോ, അത് ചപ്പാത്തി പരത്തുന്നതിൻ്റെ കുഴപ്പമാണോ, അത് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണെങ്കിലും ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഏതൊക്കെ ഷേപ്പിലൊക്കെ ആയി വരുന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തായിരുന്നു കാപ്പി എന്തൊക്കെയാണെന്ന് വെച്ചത് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ട് ചപ്പാത്തി ചുടുന്നു, പരത്തുന്നു, ചുടുന്നു, ഇതൊക്കെ തന്നെയായിരുന്നു. എന്നിട്ട് തക്കാളിക്കറി ഇടാനുള്ള തക്കാളി ചട്ടിയിലേക്ക് ഇടുന്നു, വഴറ്റുന്നു. എന്നിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ ഇട്ടത്. എങ്ങനെയാണോ ഉണ്ടാക്കണതെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം ഞാൻ വലിയ ഷെഫൊന്നുമല്ല. എനിക്ക് കുക്കിംഗ് തീരെ വശമില്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കുറച്ചെങ്കിലുമൊക്കെ കുക്കിംഗ് ചെയ്ത് കൊടുക്കണത്. പിന്നെ ഇവരൊന്നും പറയാത്ത കാരണം കൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നു, അവർ കഴിക്കുന്നു എന്നുള്ളത്. പിന്നെ ആ മുളകൊക്കെ മൂപ്പിച്ചതിന് ശേഷം കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് ഉപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കറി റെഡി. അപ്പോൾ പിന്നെ കഴിക്കാനായിട്ട് ഞാൻ 2 ചപ്പാത്തിയും കുറച്ച് തക്കാളിക്കറിയും ഒക്കെ എടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.